ആഭ്യന്തര വകുപ്പിനെതിരെ സമസ്തയുടെ വിമർശനം. പോലീസ് മേധാവിയെ നിശ്ചയിക്കുന്നതിൽ സർക്കാരിന് നിലവിട്ട കളിയെന്ന വിമർശനവുമായി സുപ്രഭാതം പത്രത്തിന്റെ എഡിറ്റോറിയൽ. അജിത് കുമാറിന് വേണ്ടിയാണ് സർക്കാർ കുറുക്കുവഴി തേടുന്നത്. അജിത് കുമാർ അല്ലെങ്കിൽ മനോജ് എബ്രഹാമിനെ DGP ആയി നിയമിക്കാനാണ് സർക്കാർ നീക്കമെന്നും വിമർശനമുണ്ട്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരി നമുക്കൊപ്പം ചേരുകയാണ്. പ്രസാദ്, DGP പട്ടികയിലുള്ള സാധ്യതാ പട്ടികയിൽ UPSCക്ക് അയച്ചിട്ടുള്ള പേരുകളിൽ ചിലർക്ക് എതിരെ നിരന്തരമായ പരാതികൾ ചെന്നിരുന്നു. ഒപ്പം തന്നെ ചിലരുടെ പേരിന് വേണ്ടി സർക്കാർ നിൽക്കുന്നു എന്ന ആക്ഷേപങ്ങൾ ഉണ്ട്. അതിനിടയിൽ ഇപ്പോൾ സമസ്ത ആരോപിക്കുന്നത് എന്തൊക്കെയാണ്? ഇതിൽ പോലീസിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിൽ എഡിറ്റോറിയൽ എഴുതിയിട്ടുള്ളത്. അതിലെ പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങളായി ആ വിമർശനങ്ങളെ കാണാം. ഒന്ന്, നിലവിൽ പോലീസിൽ നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത് പോലീസിൽ ക്രിമിനൽ ആയിട്ടുള്ള ആളുകളെ വെച്ച് പൊറുപ്പിക്കില്ല, അവർക്കെതിരെ നടപടിയെടുത്തിരുന്നു എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസ്താവന. പക്ഷേ അതിനുശേഷവും ഒരുപാട് ക്രിമിനൽ സംഭവങ്ങൾ പോലീസുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ട്. ഉദാഹരണമായി പറയുന്നത് കോഴിക്കോട് മലാപ്പറമ്പ് നടന്ന സെക്സ് റാക്കറ്റ് കേസിൽ അതിലെ രണ്ട് പ്രതികൾ പോലീസായിരുന്നു. അവരെ പിടികൂടുന്നതിലെല്ലാം ആദ്യഘട്ടത്തിൽ അലംഭാവം കാണിച്ച പോലീസ് പിന്നീട് തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിലാണ് ഇവരെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായത് എന്നുള്ള വിമർശനമാണ്. അങ്ങനെ പോലീസിൽ ഉണ്ടായിട്ടുള്ള അത്തരം ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട പോലീസുകാരുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. ആ എഡിറ്റോറിയലിന്റെ രണ്ടാം ഭാഗമായാണ് പുതിയ പോലീസ് മേധാവിയെ നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ നിലവിട്ട കളിയാണ് കളിക്കുന്നത് എന്ന് പറയുന്നത്. ഇഷ്ടക്കാരെ തിരികെ കയറ്റാൻ സർക്കാർ അങ്ങനെയൊരു ശ്രമം നടത്തുന്നു. തൃശൂർ പൂരം കലക്കൽ വിവാദത്തിലും അതോടൊപ്പം തന്നെ RSS നേതാക്കളുമായിട്ടുള്ള കൂടിക്കാഴ്ചയിലും പഴികേട്ട MR അജിത് കുമാറിനെ ADGP MR അജിത് കുമാറിനെയും DGP ആക്കാനുള്ള, പോലീസ് മേധാവിയാക്കാനുള്ള കുറുക്കുവഴി സംസ്ഥാന സർക്കാർ ശ്രമിക്കുകയാണ്. അതിനുവേണ്ടി ഈ ADGP ലിസ്റ്റിലുണ്ടായിരുന്ന ആളുകളെ പലരെയും സമ്മർദ്ദം ചെലുത്തി പുതിയ ഇതിലേക്ക് വരരുത് എന്ന രീതിയിൽ സമ്മർദ്ദം ചെലുത്തുന്നു. ഇത് അജിത് കുമാറിന് വേണ്ടിയും സർക്കാരിന്റെ ഇഷ്ടക്കാരനായ മനോജ് എബ്രഹാമിന് വേണ്ടിയുമാണ് സർക്കാർ ഇത്തരത്തിലുള്ള ശ്രമം നടത്തുന്നത്. ഇത് ശരിയല്ല എന്നുള്ള വിമർശനമാണ് സമസ്ത ഉന്നയിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ സമസ്ത അതിരൂക്ഷമായ വിമർശനമാണ് ഉന്നയിക്കുന്നത്. സർക്കാരിന് വിമർശനമാണ്, ആഭ്യന്തര വകുപ്പിന് വിമർശനമാണ്, പോലീസിന് വിമർശനമാണ്. മുണ്ടിടരുത് പോലീസിന്റെ മുഖത്ത് എന്ന പേരിൽ എഴുതിയിരിക്കുന്ന സുപ്രഭാതത്തിന്റെ എഡിറ്റോറിയലിലാണ് നിശിതമായി വിമർശിക്കുന്നത്. ADGP അജിത് കുമാറിനെ കുറുക്കുവഴിയിലൂടെ പോലീസ് മേധാവിയാക്കാൻ സർക്കാർ കളിക്കുന്നു എന്നാണ് സമസ്ത മുഖപത്രമായിട്ടുള്ള സുപ്രഭാതത്തിന്റെ വിമർശനം.